2010 നടന്ന പീഡന കേസുമായി ബന്ധപ്പെട്ട് മുകേഷിന് ഇപ്പോൾ കോടതി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിലെ കുരുക്ക് മുറുകാനുള്ള കാരണവും എത്രയും വേഗം MLA സ്ഥാനം രാജിവെക്കാനുള്ളതിനെക്കുറിച്ച് വിശദവിവരങ്ങളുമാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീഡനം സർവത്ര പീഡനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ കാലമായി നമ്മളിതെല്ലാം കേട്ട് അതിൻ്റെ വ്യാപ്തി തന്നെ കുറഞ്ഞ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കുറച്ച് നടികൾ ഇത്രയും രീതിയിൽ ഞങ്ങളെ പീഡിപ്പിച്ചു എന്നുവിധത്തിലുള്ള പരാതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലേകദേശം പ്രമുഖ നടികളായ പലരും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ആരെയും കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ പറഞ്ഞിരുന്നില്ല. എന്നാൽ ആലുവയിലുള്ളൊരു നടി തന്നെ പീഡിപ്പിച്ച 2-3 പേരുടെ പേരുകളെല്ലാം പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പേരാണ് നടനായ മുകേഷ്. ഇപ്പോൾ MLA കൂടിയാണല്ലോ. അപ്പോൾ 2010 നടന്ന സംഭവങ്ങൾ 2024 ഓഗസ്റ്റ് 29 തീയതിയാണ് ഈ നടി പരാതി കൊടുത്തതെന്ന് ആലോചിക്കണം. 30 തീയതി ശരിക്ക് ഇത് അറസ്റ്റ് ചെയ്യാൻ പരിപാടിക്കും ജാമ്യം ലഭിച്ചു മുകേഷ് ആലോചിക്കണം. ജാമ്യം ലഭിച്ചതിന് ശേഷം ഈ കേസിൽ നിന്ന് നടി പിന്മാറാൻ ഉദ്ദേശിക്കുകയായിരുന്നു. അതേസമയം അന്വേഷണ കമ്മിറ്റി ഈ കേസിൻ്റെ പുറകെ ഡിജിറ്റലായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് മുന്നേറി. അങ്ങനെയാണ് എല്ലാ കുറ്റപത്രം, അതായത് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്ത്, ഒരുമിച്ച് താമസിച്ചത്, ഇവർ തമ്മിലുള്ള സംസാരിച്ചത്, അങ്ങനെ എല്ലാ വ്യത്യസ്തമായ ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഈ അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. കോടതി സമർപ്പിച്ചെങ്കിലും ഡേറ്റിന് ചില വ്യത്യാസങ്ങളുണ്ട്. കറക്റ്റ് ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ അത് കോടതിയിൽ കേസ് തള്ളിപ്പോകാൻ സാധ്യതകളുണ്ട്. കൊടുത്ത മുകേഷിന് എന്തുകൊണ്ടാണ് പിന്നെ അന്വേഷണ കമ്മിറ്റി ഇതിൻ്റെ പുറകെ പോയത്? അത് നടി കേസ് പിൻവാങ്ങിയിട്ട് പോലും പിന്നെ എന്തിനു പോയി എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ വ്യക്തമാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നടിപീഡന കേസുമായി, എറണാകുളത്ത് നടിപീഡന കേസുമായി ഈ നമ്മുടെ പ്രധാന നടനായ ദിലീപ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് 90 താഴെ ദിവസം ജയിലിലിട്ട് അങ്ങനെ താൻ സ്ത്രീപക്ഷത്താണ് എന്ന് ഉറപ്പിച്ച മുഖ്യമന്ത്രി സ്ത്രീകൾക്ക് എതിരെ വരുന്ന ഒരു ആരോപണവും പീഡനവും സഹിക്കുകയില്ല, കുറ്റം ചെയ്തവർ അനുഭവിക്കണമെന്ന രീതി തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിരിക്കുന്നത്. ആലോചിക്കണം. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചുള്ള സാധാരണ രീതിയിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ്. വെക്കേണ്ട എന്ന് ചിലർ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ വനിതാ കമ്മീഷൻ എടുത്തിരിക്കുക. വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ P. സതീദേവി പറഞ്ഞിരിക്കുന്നത് എന്താ? മുകേഷ് ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് രാജിവെക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. PK ശ്രീമതി CPM-ൻ്റെ വനിതാ മന്ത്രി നേതാവായ അവരും പറഞ്ഞിരിക്കുന്നത് മുകേഷ് ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കുക. എന്ത് ധാർമ്മികത? ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം തെളിഞ്ഞിരിക്കുമ്പോൾ പിന്നെ എന്ത് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ സാങ്കേതികത്വം മാത്രമാണെന്ന് ആലോചിക്കണം. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. കോടതി തീരുമാനിക്കേണ്ട കാര്യം ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചാൽ മുകേഷ് കുറ്റവാളി അല്ല എന്ന് തെളിഞ്ഞു വരുമ്പോൾ MLA സ്ഥാനം തിരിച്ചു കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടി? അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത്. സാധാരണ രീതിയിൽ മുകേഷിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നിലപാട് എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ മുൻ നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല. മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. ഇപ്പം കണ്ണൂരിൽ അവരുടെ CPM-ൻ്റെ ജില്ലാ നേതാവായ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ദിവ്യക്കെതിരായിട്ടുള്ള കേസ് പല രീതിയിലും മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. പല രീതിയിൽ കണ്ണൂർ ജില്ലാ പാർട്ടി കമ്മിറ്റിയും പത്തനംതിട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി 2 തട്ടിലായപ്പോഴും പത്തനംതിട്ട കമ്മിറ്റി PP ദിവ്യയ്ക്ക് എതിരായി നിന്നപ്പോഴും അവിടെ മുഖ്യമന്ത്രി ഒരഭിപ്രായം ഇതുവരെ പറഞ്ഞിരുന്നില്ല എന്നാലോചിക്കണം. ദിവ്യയെ സംരക്ഷിക്കാനും ദിവ്യയെ ജാമ്യത്തിലിറക്കാനും CPM-ൻ്റെ നേതാക്കന്മാരും വനിതാ നേതാക്കളും മത്സരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ആരോപണങ്ങളും അവരെക്കുറിച്ച് പറഞ്ഞു ആലോചിക്കണം. എന്നാൽ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം
പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് വളരെ വ്യക്തമായി പറഞ്ഞു, പി ദിവ്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതായത് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അങ്ങനെ ഉദാഹരണ സഹിതമാണെന്ന് പറഞ്ഞേക്കണം. അതിനർത്ഥം എന്താണ്? താൻ തെറ്റു ചെയ്തവരെ ഒരു കാരണവശാലും സംരക്ഷിക്കയില്ല എന്ന് വീണ്ടും അടിവരയിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിനിടയ്ക്ക് ചിലർ പറയാൻ കാരണമുണ്ട്, അത് കൊല്ലത്താണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. മാർച്ച് മാസത്തിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ സമ്മേളനത്തിൽ വലിയ ബഹളം വയ്ക്കും. അതിന് പ്രധാന കാരണം മുകേഷിന് CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ വളരെ വിരലിലുണ്ടാവുന്ന ചിലർ മാത്രമാണ് പിന്താങ്ങിയത്. ബാക്കി ബഹുഭൂരിപക്ഷം പേർ എതിരായിരുന്നു. അന്നേ തന്നെ മുകേഷ് സ്ഥാനാർത്ഥിയാണെങ്കിൽ അമ്പയായ പരാജയം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് തെളിയിച്ചും കൊടുത്തതല്ലേ. MLA ആയിരിക്കുന്ന ഒരാളെ ഇത്രയും ആരോപണം ഉള്ളപ്പോൾ തന്നെ എന്തിനാണ് വീണ്ടും മത്സരിപ്പിച്ചത്? അപ്പൊ പാർട്ടിയെ ഇനി ക്ലീനാക്കിയെടുക്കാൻ, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു. CPM-ല് അന്ത്യവാക്ക് സഖാവ് പിണറായി വിജയൻ്റെത് മാത്രമാണ് എന്നൊക്കെ യാതൊരു സംശയമില്ല. സംശയമുള്ളവർക്ക് അടുത്ത സംസ്ഥാന സമ്മേളനത്തിലെ അന്തിമ തീരുമാനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് മുകേഷ് രാജിവെക്കണ്ട എന്ന് പറഞ്ഞവരും ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് പറഞ്ഞവരും എല്ലാം കണ്ടിരിക്കെ തന്നെ അവർക്ക് മറുപടി പറയാൻ പറ്റാത്ത തന്നെ എത്രയും പെട്ടെന്ന്, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുകേഷ് രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ വാർത്ത വരാൻ കാരണം തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് മുകേഷിന് കുരുക്കായി മാറിയെന്ന് ആലോചിക്കണം. അങ്ങനെ എത്ര വലിയവരായാലും ശരി, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് തീരുമാനം കഴിഞ്ഞു. ഇത് ഒരു സംഭവം കൊണ്ടല്ല, പല സംഭവം കൊണ്ടൊന്ന് ആലോചിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവിടെ പലർക്കും ജാമ്യം കൊടുത്തില്ലോ, സിദ്ദിഖിന് ജാമ്യം കൊടുത്തിട്ടില്ലല്ലോ, ഈ സിദ്ദിഖിനെ തൊട്ടിട്ടില്ലല്ലോ, മണിയമ്പിള്ള രാജുവിന് ജാമ്യം കൊടുത്തിട്ടില്ലല്ലോ, വേറെ ഇങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. കേസുകളെല്ലാം വ്യത്യസ്തമായ രീതിയിലാണെന്ന് ആലോചിക്കണം. കുറേ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആരെയും ന്യായീകരിക്കല്ല. ഇവിടെ മുമ്പ് പലരും പറഞ്ഞത് 10-15 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണെന്ന് ആലോചിക്കണം. ആ 10-15 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൻ്റെ ഒരേ സ്ത്രീ തന്നെ 3-4 പേരുടെ പേരുകൾ പറയുന്നു. ഒരാൾ തന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിരിക്കുന്നു, പല പ്രാവശ്യം അവർ യാത്ര ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ചോദിക്കുന്നത്, 2 ഗ്രൂപ്പുകളുടെ എപ്പോഴും ചോദിക്കുന്നത് ചോദ്യമുണ്ട്. ഒരു പ്രാവശ്യമാകുമ്പോൾ തന്നെ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെ തുറന്ന് പറയണമായിരുന്നു, പരാതി കൊടുക്കണമായിരുന്നു. ഇതിങ്ങനെ നാട് നീളേ നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തരം കാര്യം മാറ്റുന്ന നിലപാടായിരുന്നില്ല. 7 വർഷം മുമ്പ് ഈ നടിപീഡന കേസുമായി അന്ന് തുടങ്ങിയ ശക്തമായ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും എടുത്തിരിക്കുന്നത്. ഇത് തുടരുക. ലാൽ സലാം.